സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മൾ. ഒരാളും വരില്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ. ഒരു ഡോക്ടറും നമ്മളെ ഹെൽത്തിയാക്കി മാറ്റില്ല. ഒരു ടീച്ചറും നമ്മളെ സ്മാർട്ടാക്കില്ല. ഒരു ജിം ട്രെയിനറും നമ്മളെ മസിൽ ഉണ്ടാക്കി തരില്ല. ഇല്ല ഇല്ല. ഒരു ഗുരുവും നമ്മളെ കാമാക്കില്ല. ഒരാൾ ഇതൊന്നും ചെയ്തു തരില്ല. ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്. പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈ ചിരിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങൾക്കപ്പുറം സന്തോഷം കണ്ടെത്താനുള്ള കരുത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് വേറെ നമുക്ക് നടത്താനില്ല. ഓക്കെ, മോള് പറ. മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം. ഈ പൊന്താനുള്ള താമസം എന്താണെന്ന് എനിക്കറിയാം. അത് ഉത്തരം ആലോചിക്കായിരിക്കും. അത് ഇപ്പം പിള്ളേർ പറയും ഷാളൊക്കെ റെഡിയാക്കുന്നു. ഇത് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ടാ ഷാളൊക്കെ റെഡിയാക്കിയിട്ട് സാർ എന്താ പറഞ്ഞേ. ഇവരുടെ എക്സ്പ്രഷൻസ് ഭയങ്കര അല്ലേ? ഭയങ്കര എക്സ്പ്രഷൻസാ ഗേൾസിന്. നമുക്ക് എക്സ്പ്രഷൻസ് കുറവാ. ഗേൾസിനോട് പേര് വെച്ചിരിക്കുക. എന്താ പേര്? ഫിദ. നമ്മുടെ പേര് എന്താ പേര്? സന്തോഷ്. മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല. ഏടാ നിന്റെ പേര് പറ. കടാ വല്ല ഭാവം ഉണ്ടാകുന്ന നോക്കി. ചിക്കിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ക്ലാസ് എടുക്കാൻ പോയിട്ട് അവിടുത്തെ സെയിൽസ്മാൻമാർ, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, കുറേ പേര് ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, 4 പേരും മിണ്ടലില്ല. ഞാൻ എന്തോ പറയുന്നു, അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അപ്പോൾ അവർ പറയാം മാലു നെഹി സാബ്. ബംഗാളികളായിരുന്നു. അവർക്ക് ഞാനീ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. എല്ലായിടത്തും ബംഗാളികളെപ്പോ അല്ലേ? ഇനി വില്ലേജ് ഓഫീസർ മാത്രമേ ബംഗാളി ആവാനുള്ളൂ. കരം വച്ച് രക്ഷിക്കൊണ്ട് വച്ചാ. നമ്മളെ അന്നത്തെ പ്രേമം എന്നൊക്കെ പറയാല്ലേ ഇന്നത്തെ പോലെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പാട്ടൊക്കെ പാടിയിട്ട് ആണ് അന്ന്. റോസാപ്പൂ മാല തരാം, റോഡരികിൽ വീട് തരാം, എൻ്റെ കൂടെ പോരുമോ നീ പെണ്ണാള്, നീ കേറണ ബസ് അറിയാം, നീ ഇറങ്ങണ സ്റ്റോപ്പ് അറിയാം, എൻ്റെ കൂടെ പോരും. അപ്പൊ തന്നെ ആ കുട്ടി പറയും ഞാനിതാ പോരുന്നു ചേട്ടാ. ബാഗ് എടുക്കട്ടെ, ബാഗ് എടുക്കട്ടെ. ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നാവൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ അടുത്ത് നോക്കി ചെയ്യണം, അത് മാറ്റണം. അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് ഇതും വേണം, ഈ വാശിയും വേണം. എൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്നൊരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഫയ്ക്ക്. അത് സൈക്കോ പരിപാടി ഉണ്ട്. അതായത് എൻ്റെ അമ്മായി വന്നുകൊണ്ട് അമ്മായി ഇരുന്നു പോണു. ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പിശാശാണ്. ആവേശമാണ് വേണ്ടത്. മനസ്സിലായോ? വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമ വന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷം ആവേശം ഉണ്ടായിട്ട് കാര്യമില്ല. ആവേശം ഇപ്പോഴാണ് ടർബോ. ചിലർ 40 വയസ്സിൽ തീർന്നു എന്ന് പറഞ്ഞ് നടക്കുക, ചിലർ 60 വയസ്സിൽ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുക. വയസ്സ് നമുക്കിടുന്ന വയസ്സാണ് നമ്മുടെ വയസ്സ്. അല്ലാണ്ട് ചെന്നത് ഇരിക്കലല്ല. ചിലവരൊക്കെ രാവിലെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ കസേരയിലാണ്ട് ഇരുന്ന് കര കവിഞ്ഞൊഴുകി ഓരോ പീസ് ഇപ്പുറത്തേക്ക് ഒരു പീസ് അപ്പുറത്ത് ഇട്ടിട്ട് ഇങ്ങനെ പശ ഒട്ടിച്ചിട്ട് അവട്ടണ്ടി. ഭൂഗുരുത്വാകർഷണ ബല. ഉച്ചയ്ക്ക് പോരുമ്പോ ആ കസേരയും കൂടി പോരും. എല്ലാവരും അവനവൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി പശ ഉണ്ടോ. 3 സ്കില്ല് വേണം. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നടന്ന് നിങ്ങൾക്ക് വിജയിക്കാം. സ്കിൽ 1 ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, 2 ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, 3 ട്രാവലിംഗ് ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞാൽ ഭാഷ ഉപയോഗിക്കാൻ അറിയണം, നന്നായി വർത്താനം പറയാൻ അറിയണം, ആളുകളോട് പെരുമാറാൻ അറിയാം. അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. 3 ട്രാവലിംഗ് ഇന്റലിജൻസ്. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു കഴിവാണ്. കാരണം നമുക്കൊരു പരിചയമില്ലാത്ത പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, അവിടെ അഡോപ്റ്റ് ചെയ്യുക, അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണ രീതി, കാലാവസ്ഥ മാറുന്നു. നമ്മൾ ബൈക്ക് കൊടുത്ത് പോകുമ്പോൾ 200, 300, 400 കിലോമീറ്റർ അപ്പുറത്ത് വേറെ കാലാവസ്ഥയായി, വേറെ ആളുകളായി, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്തു.
കൺഫേമിറ്റി എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. സോളോ ട്രിപ്പൊക്കെ ചെയ്യണം. സോളോ ട്രിപ്പ് ചെയ്യാൻ പോരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കും ചിലവർ. ഒരുത്തന്നെ വിളിച്ചോട്ടെ, ആ സോളോ ട്രിപ്പിന് നമുക്ക് പോയാൽ. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണ്. വാശിയോടുകൂടി ജീവിതം വിജയിച്ച കുറെ മനുഷ്യന്മാരുണ്ട് അല്ലേ? 5 മക്കളെ ഒരു പ്രസവത്തില്, ഓർമ്മയുണ്ടോ? 10, 15, 20 വർഷം മുമ്പ് 5 മക്കളെ പ്രസവിച്ചത്. 5 പേരെ, 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയെയും ഒരമ്മ പ്രസവിച്ചില്ലേ? ആ അച്ഛൻ ഇവരെ എങ്ങനെ വളർത്തി വലുതാക്കുമെന്ന് ആലോചിച്ചിട്ട് അച്ഛൻ ജീവിതം വിട്ടേച്ചു പോയി. അദ്ദേഹം മരിച്ചു. ആ ഷോക്കിലായിരിക്കും, അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആ പത്നിയുടെ, ആ ഭാര്യയുടെ, അവരുടെ വില്ലിങ്നെസ്, പവറ്, അവരുടെ ശക്തി, സ്ത്രീ ശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്ത്രീയുടെ ശക്തി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം. ആ കുട്ടികളെ കല്യാണം കഴിഞ്ഞു ഡോക്ടറായി വിജയിച്ച് കാണിച്ചു തന്നു. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. 5 മക്കളെങ്ങനെ ഇട്ടിട്ട് ആ അമ്മയ്ക്കും പോവായിരുന്നു. പക്ഷെ അമ്മ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജീവിതം പൊരുതാനുള്ളതാണ് മക്കളെ. പൊരുതാനുള്ളത് പൊരുതി കയറണം. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം. BSNL നിന്ന് സിം എടുത്തിട്ടുണ്ട് പണ്ട്, ഏതോ സ്റ്റുഡൻസ് പ്ലാനൊക്കെ. അവിടെ പോണെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കണം എന്നറിയോ? നമ്മൾ ഫോൺ വിളിക്കും എന്നുള്ളതിൻ്റെ തെളിവ്, നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൊരു തെളിവ്. പണ്ട് കടപ്പുറത്ത് ജീവിക്കുന്ന ആരോ വല വാങ്ങാൻ വേണ്ടി ബാങ്കിലേക്ക് ലോണിന് പോയപ്പോൾ പറഞ്ഞു കടലമ്മയുടെ ഒപ്പ് വേണം, പിന്നെ കടലിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ, ഇതൊക്കെ കൊടുത്താലേ തരുള്ളൂ. ജിയോയുടെ സിം എങ്ങനെ നമുക്ക് കിട്ടുക? ജിയോന്റെ ഷോറൂമിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ അപ്പൊ നമ്മൾ പുറത്തേക്ക് സിമ്മാണ് അത്രയോ. കസ്റ്റമർ സർവീസ് നിങ്ങൾ മൈജിയിൽ പോയി പഠിച്ചോ. ഭയങ്കര ആവേശമാണ് അവരെ. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മളെ കംഫർട്ടാക്കിയിട്ട് തന്നെ പൊതിഞ്ഞ് എപ്പോഴും ആളുണ്ടാവും. ഭയങ്കര ഒരു എന്താ പറയാ, ഓണർഷിപ്പ് ഫീലിങ്ങൾ വരാം. മൈജിയിലെ സ്റ്റാഫ് മുഴുവൻ 3000 കോടിയുടെ കമ്പനിയാണ് മൈജി ഇപ്പോൾ. കാരണം കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. വീടിന്റെ ചിത്രം വരച്ച കുട്ടിയുടെ ചിത്രം കണ്ടപ്പോൾ 4 വയസ്സുള്ള കുട്ടിയെ മോള് വീടിന്റെ ചിത്രം വരച്ചപ്പോഴേ ടീച്ചർ ആ ചിത്രം കണ്ടിട്ട് ഞെട്ടിയിട്ട് അച്ഛനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇതാ നിങ്ങളെ മകൾ വരച്ച ചിത്രമാണ്, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അയാൾ നോക്കി. അയാൾക്ക് മനസ്സിലായില്ല എന്താന്ന്. ടീച്ചർ പറഞ്ഞു ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി. വീണ്ടും നോക്കിയപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തു, നോക്കൂ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ. അതിൽ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, സ്ലൈറ്റ് ഉണ്ട്, വല്യമ്മയുണ്ട്, വല്യച്ഛനുണ്ട്, അനിയനും അനിയത്തിയും അമ്മയും ഉണ്ട്, താങ്കളില്ല കേട്ടോ. ആ മനുഷ്യൻ, ആ മോളുടെ വീട്ടില് അച്ഛനില്ല. പ്രിയപ്പെട്ടവരെ, ബിസിനസ്സിലും കുടുംബത്തിനും ഒരുമിച്ച് ചേരുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ പേരാണ് വോയിസ് ഷെയർ. ഒന്ന് പറഞ്ഞേ. ഇനി ബിസിനസ്സിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏതൊക്കെ ആളുകളുടെ വോയിസിൻ്റെ ഷെയർ എടുക്കുന്നുണ്ട്? ആളുകളുടെ വോയിസിൻ്റെ ഷെയർ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് കൂട്ടണം. ഇനി കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ മൊത്തം നടക്കുന്ന ഒരു 10,000 വാക്കുകൾ അമ്മയും അച്ഛനും മക്കളും വല്യമ്മയും വല്യച്ഛനൊക്കെ കൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്ന ബിസിനസ്സുകാരൻ്റെ ഷെയർ എത്രയാണ്? വോയിസിൻ്റെ ഷെയർ എത്രയാണ്? അവിടെ 10,000 വാക്കുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 1000 ഉണ്ടോ, എനിക്ക് 500 ഉണ്ടോ എന്ന് ചിന്തിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് എഴുതി നോക്കൂ. ചിലരൊക്കെ ഞെട്ടിപ്പോവും. ചിലപ്പോൾ 9,000 വാക്കും ഇയാളുടെ ആയിരിക്കും. 1000 വാക്കാണ് അമ്മയും അച്ഛനും കൂടി ഷെയർ ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾ അവിടെ ഉണ്ടാവില്ല. എൻ്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ വൈറലായിരുന്നു. ഇവള് ഡ്രൈവിങ്, ഇവള് സ്കൂട്ടർ എടുത്ത് പോയാൽ ഞാൻ പുറകെ കാശുമായിട്ട് പോകണം. കേട്ടിട്ടുണ്ടോ വീഡിയോ? എല്ലാ ജംഗ്ഷനിലും ഇടി ഉണ്ടാക്കും. ഇവൾക്കൊരു സ്വഭാവമുണ്ട്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അപകടം നടന്ന പോലെ ഭാവിക്കില്ല. കഴിഞ്ഞ മാസം ഉണ്ടായതാണ്. ഇവള് സ്കൂട്ടറിൽ പോകുന്നു, ഞാൻ പുറകെ കാശുമായി പോണു. ഇത് ചെലവാക്കണമല്ലോ, കൊടുക്കണമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ്, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കടകളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പാവപ്പെട്ട സൈക്കിളുകാരൻ വരുന്നുണ്ട്. അയാളെ ഇടിച്ചിട്ട് 2 ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ തോട്ടിലേക്കാണ് പോയി. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവള് ഇങ്ങനെ വരുന്നുണ്ട്. വന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ബസ് വന്നപ്പോൾ അതിൽ കയറിപ്പോയി. ഹെൽമെറ്റ് ഇട്ടിട്ട്. നമ്മളെ വെറുക്കുന്നവർക്ക് ഒറ്റ ക്വാളിറ്റി ഉള്ളു, അവരെ വെറുക്കുന്നുണ്ട്. മനസ്സിലായി? അതാണ് they hate themselves. അവർക്ക് അവരോടുള്ള വെറുപ്പാണ് മറ്റുള്ളവരോട്ട് കാണിക്കുന്നത്, നമ്മളോടല്ല. നെവർ ലെറ്റ് എനിബഡി ടു ഡിഫൈൻ യു എന്നോ. നമ്മുടെ ജീവിതം പകുതി, ഇപ്പം ഇതിലുള്ള പകുതി പേരും പകുതി ജീവിച്ചു പോയതാണ്. ബാക്കി പകുതി നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കണം കേട്ടോ. അതിന് പൈസ.
ആഗ്രഹം കത്തിക്കണം. നമ്മളെ അച്ഛൻ എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ അമ്മായി അച്ഛൻ എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളില്ലാതെ ആ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റരുത്. മാഡത്തിന്റെ പേരെന്താ? അർച്ചന. പുറത്തിറങ്ങി പോയി രാജിവെച്ച് പോയാൽ ബാക്കിയുള്ളവർ പറയണം ആ അർച്ചന ഉണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു, അടിപൊളിയായിരുന്നു, കസ്റ്റമർ വന്ന 1-on-1 ക്ലോസ് ചെയ്ത് എടുത്ത് കച്ചവടം നടത്തി എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് കിടിലനടിച്ച് എന്നാണ് പറയിപ്പിക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊന്നും അർച്ചനയെ റീപ്ലേസ് ചെയ്യാൻ പറ്റരുത്. നേരെ മറിച്ച് അർച്ചന പോയപ്പോൾ ടീം മീറ്റിംഗ് വിളിച്ച്, മക്കളെ നമ്മളിനി വളർച്ചയുടെ പാതയിലാണ്, ആ പിശാചി പോയി എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ മാതാവ് ഗംഭീരമായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ഒയ്യോ, ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ബിരിയാണി സൂപ്പറാണ്. എന്നെ എപ്പോൾ കണ്ടാലും ബിരിയാണി ഉണ്ടാക്കി അറിയാലോ, എന്നെ കണ്ടറിയാലോ. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയെ കുറ്റം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇതുവരെ മാറിയിട്ടില്ല. എനിക്കൊരു സ്വഭാവമാണ്, എനിക്ക് ഉണങ്ങിയ ബാത്റൂം വേണം. ഉണങ്ങിയ ഗൾഫിൽ നിന്നുള്ള ശീലം. ഒരു 3 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് മുമ്പ് പോയവർ വടിച്ചിടും, അപ്പം നമുക്ക് ഉണങ്ങിയത് കിട്ടും. എൻ്റെ ഉമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, മൂപ്പർക്ക് മൊത്തം വെള്ളം വേണം. ആളാദ്യം പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ വെള്ളം ഒഴിച്ച് എന്താ അവിടെ വള്ളംകളി ആയിരിക്കും. ചിലപ്പോൾ വെള്ളം തൊട്ടാലേ ഇത് വരുള്ളായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് ദേഷ്യം പിടിക്കും ഈ വെള്ളം കണ്ടിട്ട്. ഞാൻ പറയും എന്ത് പരിപാടിയാണ് കാണിച്ചത്, മൊത്തത്തിലൂടെ വെള്ളമാണ്. ഞാൻ എപ്പോഴും എനിക്ക് ആ ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൽ വർത്താനം. ഇതുവരെ ആൾ മാറിയിട്ടില്ല, മാറൂല. കാരണം എന്താ, ഞാൻ അദ്ദേഹത്തെ അമ്മയെ കുറ്റം പറയിച്ചത്. എന്നാൽ ബിരിയാണി എപ്പോൾ കണ്ടാലും ഉണ്ടാക്കി വരും. കാരണം എന്താ, ഞാൻ എപ്പോഴും നല്ലത് പറയും. ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു സ്കില്ലാണ്, ക്രിയേറ്റീവ് തിങ്കിങ് ഒരു സ്കില്ലാണ്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു സ്കില്ലാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണേ. ഒരാൾ 1ാമത്തെ നിലയിൽ നിന്നും താഴെ വീഴും, വേറൊരാൾ 16ാമത്തെ നിലയിൽ നിന്നും താഴെ വീഴും. എന്തായിരിക്കും വ്യത്യാസം? പറ എന്തു മനസ്സിൽ തോന്നിയതൊക്കെ പറ. ഒരാൾ ചെറുതായിട്ട് മരിക്കും, മറ്റൊരു വലുതായിട്ട് മരിക്കും. രണ്ടും മരിക്കൂലേ? ഈ കസേര എടുത്ത് തലക്കൊരു അടി അടിക്കട്ടെ. ചെറുതായിട്ടൊന്നും മരിച്ചു. പക്ഷെ അത് ക്രിയേറ്റിവിറ്റിയാ. വെരി ഗുഡ്, ഐ ലവ് ഇറ്റ്. ഒരാൾ ചെറുതായിട്ട് മരിക്കും. ഏതൊരു ക്ലാസ്സിൽ വെച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു 2 ആൾ താഴേക്ക് പോകും, കുറച്ച് കഴിഞ്ഞാൽ മേലേക്ക് പോകും. വേറൊരു കുട്ടി പറഞ്ഞത് 1ാമത്തെ നില പെട്ടെന്ന് മരിക്കും, 16ാമത്തത് ആസ്വദിച്ച് മരിക്കും. ഞാനിതാ പോണേ 13, 14, 12. ഒരു പെൺകുട്ടി അടിപൊളി ഉത്തരം പറഞ്ഞു. അവള് പറഞ്ഞു, സാറേ വ്യത്യാസം ശബ്ദത്തിലായിരിക്കും. ആദ്യത്തെ നില ആദ്യം വീഴുന്ന ശബ്ദം ടേ, പിന്നെ അമ്മേ. 16ാമത്തെ നില ആദ്യം അമ്മേ ടേ, പിന്നെ സൗണ്ട് ഉണ്ടാവില്ല. ക്രിയേറ്റിവിറ്റിയാണ്. ഒരാൾ ഒരു സാധനം ചെയ്ത് കാണിക്കും, ആ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിക്കും, അത് നടക്കില്ല. ഉദാഹരണത്തിന് ഈ പച്ചക്കറി അരിയുന്നൊരു മെഷീനുണ്ട്. അയാൾ അതിലിട്ട് അരിയണ അരി പോലെ നമുക്ക് അരിയാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് മേടിച്ച് വെട്ടിക്കൊണ്ടിട്ട് ഇന്നേ വരെ ആരെങ്കിലും അത് അരിഞ്ഞിട്ടോ? പണ്ടൊക്കെ പൂരപ്പറമ്പിൽ ഒരു സാധനം കിട്ടും, ഇങ്ങനെ വരയ്ക്കരുത്. പോട്ടെ, നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഓടക്കുഴൽ. ആ ഹിന്ദിക്കാരെ ഇത് കണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം ഭാര്യ പറയും അതൊന്ന് എടുത്തു നോക്കണോ. അത് ഡെമോൺസ്ട്രേഷൻ ക്ലോസാ. അയാൾ ഡെമോ ചെയ്യണുണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു കൊമ്മ പൊളി. 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറൂലേ? 1 കോടി രൂപ ഭയങ്കര സംഭവമായിട്ടല്ലേ നമ്മൾ ചെയ്യുക. 10,000 രൂപ കിട്ടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റൂലേ? എങ്കിൽ 10,000 രൂപ കിട്ടുന്ന ആക്ടിവിറ്റി 1000 പ്രാവശ്യം ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടാകും. 10,000 × 1000 = 1 CR. 1 കോടി. അപ്രീസിയേഷൻ ഒരു കൾച്ചർ. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ പോലെയാണോ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്? വല്ലതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ഇത് ചേട്ടന് അല്ലെങ്കിൽ ഇക്കാക്ക് ഇഷ്ടപ്പെടുവോ? അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇവർ ടെൻഷൻ അടിച്ചിട്ടത് ഉണ്ടാക്കും, എന്നിട്ട് അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും. ഇവരെന്താ പ്രതീക്ഷിക്കുക? അത് കഴിച്ചിട്ട് അയാൾ വാവ് എന്ന് പറയും. വാവ് വന്നില്ല, വന്നത്. അപ്പൊ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇത് ഇന്ന് വരില്ലേ, നാളെ വരും.
അവൻ നാളെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇയാൾക്ക് ഇത് പറ്റില്ല. ഇപ്പൊ ഉപ്പിടുന്നത് എങ്ങനെയാ? ഇക്കാക്ക് ബാക്കി ഉണ്ടെങ്കിൽ വിടും, ഇല്ലെങ്കിൽ ടേബിളിലുണ്ട്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. നായ്ക്കുട്ടിയില്ലേ, പൊമറേനിയൻ നായ്ക്കുട്ടി, അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ മരുന്ന് കുടിക്കണില്ല അത്. അപ്പോൾ ഈ നായ്ക്കുട്ടിയുടെ ഉടമസ്ഥ അതിനിങ്ങനെ വായക്കട തുറന്ന് ചവിട്ടി പിടിച്ച് ഇങ്ങനെ തുറന്ന് കുപ്പിയിൽ ഇങ്ങനെ കഴിക്കാൻ നോക്കുമ്പോൾ അതണ്ട് കുറഞ്ഞു, കൊതറി ചില്ലുകുപ്പിയായിരുന്നു, പൊട്ടി, അവിടെ മൊത്തം പോയി. അപ്പോൾ ഇയാളകത്തുനിന്ന് ചൂലും ഇതെടുത്തിട്ട് വൃത്തിയാക്കാൻ വേണ്ടി വരുമ്പോൾ നായ നക്കി കുടിക്കുന്നു. അതായത് അതിന് കുടിക്കുന്നത് അങ്ങനെയാണ്, പാത്രത്തിൽ. ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമല്ല. കുട്ടികളുടെ അടുത്തുള്ള രീതികൾ ഇപ്പൊ മാറിയിട്ടുണ്ട്. ചിലരൊക്കെ ട്രോള് കിട്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പൊ തന്ത വൈബ് ട്രോള് കിട്ടിയപ്പോഴല്ലേ നമ്മളൊക്കെ കുറെ പരിപാടി അവസാനിപ്പിച്ചത്. അവരുണ്ടാക്കിയ കുറെ വാക്കുകളാ തിരിച്ചും നമ്മളും പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണാപ്പി, ഇപ്പോ ഐഫോണിനെ വരെ കണ്ണാപ്പി ഫോൺ എന്ന് പറയണം. ഐഫോൺ പണ്ടൊക്കെ ഐഫോൺ ഒരാളിങ്ങനെ കാണിച്ചാൽ ഭയങ്കരമായിരുന്നു. ഇപ്പൊ ഐഫോൺ കാണിച്ചോ കണ്ണാപ്പി ഫോൺ. പണ്ട് ഇപ്പൊ ഒരുത്തം ബൈക്കിൽ ഇങ്ങനെ പോയാൽ എന്താ എൻ്റെ രസം. ഇപ്പോ കണ്ണാപ്പി റൈഡർ. അപ്പോ കണ്ണാപ്പി റൈഡർ ആവാതിരിക്കാൻ അവന്മാരെ ചെയ്യുന്നില്ല. നമുക്കിട്ട് അവര് തന്ത വൈബെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് വരും കേട്ടോ, സ്ത്രീകൾ ആരും പേടിക്കേണ്ട, പുതിയത് വരും. ഇപ്പൊ ഞങ്ങളത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാം. ചിലവര് വിചാരിക്കേ എൻ്റെ അച്ഛനും അമ്മയും ജീവനോടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നു വിചാരിക്കും. എല്ലാ ദിവസവും 25-നും 40-നും ഇടയിലെ ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ നമ്മുടെ അച്ഛനും അമ്മയോ വീട്ടിലേക്ക് തിരിച്ചു വരാവുന്ന ഘട്ടം ഒന്ന് ആലോചിച്ചോട്ടെ. ലൈഫ് മാറൂലേ? ഇപ്പം ഞാൻ തീർന്നു പോയി എന്ന് വിചാരിക്കുക. എൻ്റെ വൈഫിൻ്റെ, എൻ്റെ മോൻ്റെ മോളുടെ ഒക്കെ ജീവിതം എന്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ നമുക്കുണ്ടാവില്ലേ അച്ഛനമ്മയൊക്കെ മിസ്സായി കഴിഞ്ഞാൽ? അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദിസ് ഇസ് യുവർ മൊമെൻറ്റ്. ബാധ്യതകളില്ല, പ്രശ്നങ്ങളില്ല. പഠിക്കാതെ ഏറ്റവും നന്നായി പഠിക്കുക. പഠിക്കാനൊരു മടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് അല്ല വേണ്ടത്, അടിയാണ് വേണ്ട. അടി ചുമരുമ്മ ചാരി അല്ല പിന്നെ